ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ അറിയിക്കുകയുണ്ടായി. പിഴവുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിലൊരു ആവശ്യവും ആയിട്ട് മുന്നോട്ട് വരുന്നത്. എന്തൊക്കെ പിഴവുകളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് ആ പിഴവുകൾ? മീര, ഇതിലെ ഈ പറയുന്ന പിഴവുകൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഏതാണ്ട് ഒരു 20-30 വീഡിയോ തന്നെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ വീഡിയോകൾ ചെയ്തിരുന്നു. ഈ സർക്കാരിൻ്റേതായിട്ട് കൊണ്ടുവന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SIT എന്ന് പറയുന്ന ടീം, ഈ ടീം എന്ത് അന്വേഷണമാണ് നടത്തിയത് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുന്ന ഒരു പോലീസ് ബുദ്ധിയൊന്നും ആവശ്യമില്ലാതെ ഒരാൾക്ക് തന്നെ ഇത് മനസ്സിലാവും. അതായത് 13 പിഴവുകളാണ് ഇവിടെ ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതി ഭരിക്കുന്ന പാർട്ടിയുടെ ആളായതുകൊണ്ട് കിട്ടാവുന്ന മാക്സിമം സപ്പോർട്ട് ഈ പ്രതിക്ക് കിട്ടുന്നുണ്ട്. പ്രതി എന്ന് പറയുന്നത് PP ദിവ്യയാണ്. അതെ, ശരിയായ തെളിവുകൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ അതിൽ ഒരു ഭാഗമാക്കായിട്ടുള്ള പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന ഒരു വ്യാജ ഒരു ആരോപണമാണ് നടത്തിയത്. അത് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏതെങ്കിലും ഒരു നല്ല പോലീസ് ഓഫീസർ നല്ലവണ്ണം ചോദ്യം ചെയ്താൽ ഈ പ്രശാന്തൻ കിളി പറയുന്ന പോലെ തത്തവർണ്ണ പോലെ ഇയാൾ പറയും. അത് ഇതുവരെ പ്രശാന്തന് ശരിയായ രീതിയിൽ ആ ആരോപണം കള്ളമാണ് എന്നാണ് കുടുംബം പറയുന്നത്. അത് തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ വകുപ്പ് തല അന്വേഷണം, ഈ പോലീസിൻ്റെ വകുപ്പ് തല അന്വേഷണം നടന്നിട്ടുണ്ട്. ആ വകുപ്പ് തല അന്വേഷണം പോലും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടിൽ ഇവർ കോടതി കൊടുത്ത റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ PP ദിവ്യയുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ എന്നുള്ള സൂചന, പ്രശാന്തൻ PP ദിവ്യയുടെ ബിനാമിയാണെന്ന സൂചന കിട്ടിയിട്ട് പോലും അതിൻ്റെ ഇലക്ട്രോണിക് തെളിവുകൾ പോലും ഇവർ നൽകിയതിൽ പലതിലും ക്രമക്കേടുണ്ട്. ഇലക്ട്രോണിക് തെളിവ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തതോ ഇവരുടെ ഫോൺ രേഖകളോ ഇതൊന്നും തന്നെ ഇതിൻ്റെ DDR പോലും പലതും ഇവർ ശേഖരിച്ചിട്ടില്ല. പിന്നീട് SIT അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന് നവീൻ ബാബുവിൻ്റെ. അതായത് SIT അന്വേഷണത്തിൽ ഇതിനു മുമ്പും ഈ പറയുന്ന 13 കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നതിന് മുമ്പും അവർ പറഞ്ഞിരുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞ കാര്യം ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു ഇപ്പോൾ പറയുകയാണ്. അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഹർജി ഞങ്ങൾ വീണ്ടും കോടതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിലേക്ക് അന്വേഷണം എങ്ങും നീങ്ങിയിട്ടില്ല. അതായത് അവരുടെ സേഫാക്കി വെക്കുന്ന ഏരിയകൾ മാത്രമാണ് അന്വേഷിച്ചുകൊണ്ട്. അതായത് PP ദിവ്യയും പ്രശാന്തും ഉൾപ്പെടെയുള്ള കളക്ടറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെ അവർക്ക് സേഫ് ആവുമോ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇത് പോയത്. നമ്മൾ മുമ്പ് ഇതുപോലെ ഇരുന്നിട്ട് കളക്ടറുടെ മൊഴി, കളക്ടറുടെ മൊഴി നമ്മൾ ചർച്ച ചെയ്തു. കളക്ടറുടെ ആ മൊഴി തന്നെ കള്ളത്തരമല്ലേ സാർ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കളക്ടർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നമ്മൾ കണ്ടില്ലേ, അദ്ദേഹത്തിനെ ഇത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇന്റേണലായ ഒരു പരിപാടിയാണ്. ഒരു ജീവനക്കാരന് അവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നത് അവരുടെ ഇന്റേണലായ പരിപാടിയാണ്. ആ ഇന്റേണൽ പരിപാടിക്ക് വിളിക്കാത്ത സദസ്സിൽ ഉണ്ണാനായിട്ട് കയറി ചെന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ PP ദിവ്യ സംസാരിക്കുമ്പോൾ എങ്ങനായിരുന്നു ഈ കളക്ടറുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമിയുടെ അന്വേഷണം നീങ്ങില്ല എന്ന് പറയുമ്പോഴും ആരോ എഴുതി നൽകിയ ഒരു തിരക്കഥ പോലെയാണ് ഈ SIT അന്വേഷണം നടത്തിയത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അത് ശരിയായ കാര്യമല്ലേ? അതായത് ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വകുപ്പ് തല അന്വേഷണം പോലും നൽകിയില്ല എന്ന് പറയുമ്പോഴേ നമ്മൾ തുടക്കം മുതൽ നമ്മൾ നോക്കിയാൽ, നമ്മളൊരു വെളിയിൽ നോക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്ന്, ഈ മരണം നടന്നിട്ട് എത്രയെങ്കിലും മണിക്കൂർ കഴിഞ്ഞാണ് ഈ പോലീസ് അവിടെ എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കാര്യം, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ്. പിന്നെ രണ്ട്, ഇത് തുടക്കം മുതൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. രണ്ട്, പിന്നെ ഇപ്പോൾ ഈ അടുത്തിടെ വന്ന റിപ്പോർട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ റിപ്പോർട്ടിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിന് ഫേവറബിളായി ഒന്നും വന്നില്ല. കളക്ടർ നൽകിയ റിപ്പോർട്ടിലും വന്നിട്ടില്ല. ഇതിൽ ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ്, കണ്ണൂരത്തെ ജില്ലാ ഘടകം ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ട്.
ഈ ഇതിനകത്ത് ഈ മരണത്തിൽ നിർണായകമായ പങ്കുണ്ട്. ആ നിർണായകമായ പങ്കിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. കാര്യം ഭൂമാഫിയ ബന്ധം ഇദ്ദേഹം കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഈ ലാൻഡ് റവന്യൂ ഓഫീസറായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. റവന്യൂ ഓഫീസറായിട്ട് അവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഈ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. CPM-ലെ നേതാക്കളൊക്കെ ഉൾപ്പെട്ട ഈ പെട്രോൾ ബങ്ക് വിവാദം തന്നെ ഇതിൻ്റെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഉള്ളത്. പ്രശാന്ത് വെറും ബിനാമിയാവുമ്പോൾ ആരാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓണർ എന്ന് പറയുമ്പോൾ PP ദിവ്യയുടെ ഭർത്താവിന് ഇതിൽ പങ്കുണ്ട്. PP ദിവ്യയുടെ ഭർത്താവിൻ്റെ പേര് എവിടെയെങ്കിലും നമ്മൾ പരാമർശിച്ച് കണ്ടോ? ഇവരുടെ കാട്ടൻ എന്ന് പറഞ്ഞൊരു കമ്പനിയെക്കുറിച്ചും ഇവരുടെ അനധികൃത ഭൂമി ഇടപാടുകളെക്കുറിച്ചും ഒരു KSU നേതാവ് അവിടെ സംസാരിച്ചത് നമ്മൾ കണ്ടത് അതൊന്നും ഇതുവരെ ഒന്നും തെളിയിച്ചിട്ടില്ല. അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ PP ദിവ്യയ്ക്ക് ഒന്നാമത്തെ കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി വളരെ അടുപ്പമുള്ള ഒരു ജില്ലാ നേതാവാണ് ഈ പറയുന്ന PP ദിവ്യ. അങ്ങനെ വരുമ്പോൾ PP ദിവ്യ തീർച്ചയായിട്ടും ഭരണത്തിൽ എന്താ പറയുക, യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസർ വിജിലൻസിൽ അദ്ദേഹം ഇരുന്നപ്പോൾ ഈ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തന്നെ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ മകന് ഇവരുമായി ഭൂമി ഇടപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഗോവിന്ദന് ഇതിലെന്തോ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴിയിൽ ഇതിങ്ങനെ ചെന്നെത്തുന്നത് ഗോവിന്ദനിലേക്കാണെന്നും ശശിയിലേക്കാണെന്നും കണ്ടിട്ടാണ് യോഗേഷ് ഗുപ്തയെ ആ സീറ്റിൽ നിന്ന് തെറിപ്പിക്കുന്നത്. PP ദിവ്യ അനധികൃത സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടെന്ന് PP ദിവ്യക്കെതിരെ ഈ അന്വേഷണം ചെന്ന് എത്തുന്നു എന്ന് കണ്ടപ്പോഴേക്കാണ് അദ്ദേഹത്തെ യോഗേഷ് ഗുപ്തയെ മാറ്റിയത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവർ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഈ കേസിനെ പരമാവധി മൂടി വയ്ക്കാൻ, ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ പ്രശാന്തിനെ ഒരു നല്ലവണ്ണം ചോദ്യം ചെയ്യൽ പോലും ചെയ്തിട്ടില്ല. ഒരു നല്ല ചോദ്യം ചെയ്യൽ പോലും, നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഈ സംഘത്തിന് ഇത് കണ്ടുപിടിക്കാമായിരുന്നു. അതായത് ഈ സർക്കാർ ഇതുവരെ ഏതൊക്കെ കാര്യത്തിന് ഇതേപോലെ SIT എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ വെച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ തീർത്തും പരാജയമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇവർ പറഞ്ഞു, ഇവർ ഈ SIT എന്ന് പറഞ്ഞ അന്വേഷണ സംഘത്തെ വെച്ചിട്ട് അത് എന്താ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? കണ്ടുപിടിച്ചതൊക്കെ പോയില്ല, അത് റിപ്പോർട്ടിലില്ല. എന്നിട്ട് ഈ അന്വേഷണ സംഘത്തെ വെച്ചിട്ട് ഇന്നലെ ഒരു കോൺക്ലേവ് നടത്തിയപ്പോഴാണ് മന്ത്രി പറയുന്നത്, കോൺക്ലേവ് വരെ എത്തിയില്ലേ, അത്രയും നിങ്ങൾ ചെയ്തില്ലേ. അപ്പോൾ ഇത് നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അന്വേഷണ സംഘം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയത്. ഈ മരണം നടന്ന് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് പറയത്തക്ക രീതിയിൽ, കാര്യം കോടതിക്ക് കൊടുക്കുന്ന എവിഡൻസിലെ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. കോടതിക്ക് മുന്നിൽ തെളിവുകൾ വേണം. കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടിലൊക്കെ തന്നെ സർവ്വ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഇതിവിടെ പറയുമ്പോൾ ഒരു വേള നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ പറയേണ്ടി വരും. കാര്യം TP ചന്ദ്രശേഖരൻ്റെ മരണം ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ ഏതെല്ലാം കൊലപാതക കേസുകൾ CPM എന്ന് പറയുന്ന പാർട്ടി ഇടപെട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ അവർ കള്ളസാക്ഷികളെയും അല്ലെങ്കിൽ കള്ളപ്രതികളെയും, അതായത് കള്ളസാക്ഷിയല്ല കള്ളപ്രതികളെ, അതായത് കുറ്റം ചെയ്തവൻ അവിടെ ഇറങ്ങി നടക്കുകയും വേറെ ഡമ്മി പ്രതികളെ കൊടുക്കുകയും ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ കൊടിസുനിയെയും കൃപാനി മനോജിനെയൊക്കെ അറസ്റ്റ് ചെയ്തത്. അവിടെയാണ് ആ വ്യത്യാസം വന്നത്. അവരുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഇവിടെ നമുക്ക് ചുരുക്കി പറയാനുള്ളത്, SIT എന്ന് പറയുന്ന അന്വേഷണ സംഘമായാലും ഈ വകുപ്പ് തല അന്വേഷണം അവിടെ നടന്നതായാലും പിണറായി വിജയൻ്റെ സ്വന്തം ആൾക്കാരായിട്ടുള്ള, അതായത് കണ്ണൂർ പോലീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ പിണിയാളന്മാരാണ്. അതായത് ഇവർക്ക് ഷൂ പോളിഷ് മുതൽ വീട്ടിലെ പച്ചക്കറിയും മീനും വരെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന പോലീസുകാരാണ്. അങ്ങനെയുള്ള പോലീസുകാർ ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതേ നടക്കുള്ളൂ. ഈ ഭരണം മാറി മറ്റൊരു ഭരണം വന്നു കഴിഞ്ഞ്, മറ്റൊരു ആഭ്യന്തരമന്ത്രി വന്നു കഴിഞ്ഞ്, മറ്റൊരു പുതിയ അന്വേഷണ സംഘത്തിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. അതുവരെ ഈ കേസിന് SIT അന്വേഷണം, ഈ പറയുന്ന പഴയ SIT സംഘങ്ങളെ മാറ്റിയിട്ട് പുതിയ സംഘത്തെ വെച്ചാലും ഭരണം ഇരിക്കുമ്പോൾ ഇവരെയൊക്കെ ഫേവർ ചെയ്തുകൊണ്ടേ വരുള്ളൂ. ചിലപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും ഈ പാർട്ടി മടിക്കില്ല. അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മേലിലേക്ക് ഈ അന്വേഷണമൊക്കെ പോകുമ്പോൾ ഒരിക്കലും തീർച്ചയായും നമ്മളെയൊക്കെ കണ്ണി പൊടിയിടാനേ ഈ അന്വേഷണം കൊണ്ട് നടക്കുള്ളൂ. അതിൽ നമ്മളൊന്നും വിചാരിക്കുക പോലും വേണ്ട, ഒരു ചെറുവിരൽ പോലും ഇനി ഇതിൻ്റെ മേലിൽ അനങ്ങുമെന്ന് തോന്നുന്നില്ല.